മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്ന തമിഴ്നാട് ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപനം. നവവധുവിന് 1 പവനും പട്ടുസാരിയും, സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് 1 ഗ്രാം സ്വർണവും സമ്മാനം നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും നിരവധി ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചാണ് TVK സർക്കാരിന്റെ ആദ്യ ജനകീയ ബജറ്റ്. അതേസമയം ഉദയനിധി സ്റ്റാലിനെതിരെയുള്ള വിവാദങ്ങൾക്കിടയിലും DMK സഭാ നടപടികളോട് സഹകരിച്ചു. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളെന്നാണ് വിലയിരുത്തൽ. എന്നാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്ന ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപനം ഗൗരവത്തോടെയാണ് കേരളം കാണുന്നത്. നിലവിലുള്ള കരാറുകൾ, ട്രൈബ്യൂണൽ വിധികൾ, നീതിന്യായ നിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ജലനിരപ്പ് ഉയർത്തുമെന്നാണ് പ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ അവകാശങ്ങളെ ബാധിച്ചേക്കാവുന്ന മേഘദാതു പദ്ധതി പോലെയുള്ള പദ്ധതികളെ എതിർക്കുന്നതുൾപ്പെടെ തമിഴ്നാടിന്റെ ജലാവകാശങ്ങൾ സംരക്ഷിക്കും. അന്തർ സംസ്ഥാന നദീജല പങ്കുവെക്കലിൽ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുമെന്ന് ധനമന്ത്രി N. മരിയ വിൽസൺ അവതരിപ്പിച്ച ബജറ്റിൽ പറയുന്നു. ദീർഘകാല ജലസുരക്ഷ ശക്തമാക്കുന്നതിനും കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തൽ, ആനമലയാർ, നല്ലൂർ അണക്കെട്ട് പദ്ധതികളുടെ നടപ്പാക്കൽ, ഗോദാവരി കാവേരി നദീബന്ധന പദ്ധതിയുടെ ദ്രുതഗതിയിലുള്ള പൂർത്തീകരണം എന്നിവയ്ക്കായും സർക്കാർ പരിശ്രമിക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നു. അതേസമയം തമിഴക വെട്ടിക്കഴകം സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റിൽ സ്ത്രീകളെയും കുട്ടികളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചുള്ള ക്ഷേമ പദ്ധതികളാണ് ശ്രദ്ധേയമായത്. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് നൽകും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവതികൾക്ക് വിവാഹ സമ്മാനമായി സ്വർണവും സാരിയും നൽകും. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് തായ്മാമൻ തങ്കമോതിരം എന്ന പേരിൽ 1 ഗ്രാം സ്വർണം നൽകും. 11ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകുമെന്നും പ്രഖ്യാപനമുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ TVK മുന്നോട്ട് വെച്ച അണ്ണൻ സീർ തിട്ടം പദ്ധതിക്ക് 812 കോടി രൂപ മാറ്റിവെച്ചു. ഡ്രഗ് ഫ്രീ തമിഴ്നാട് എന്ന ആശയവും ബജറ്റിൽ മുൻപോട്ട് വെക്കുന്നുണ്ട്. അതേസമയം സഭാ നടപടികളോട് DMK സഹകരിച്ചു. വിവാദ പരാമർശത്തിൽ അറസ്റ്റിലായ ശേഷം വിട്ടയക്കപ്പെട്ട ഉദയനിധി സ്റ്റാലിനും സഭയിലെത്തിയിരുന്നു. സഭയിലേക്ക് എത്തിയ ഉദയനിധിക്ക് DMK ഉജ്ജ്വല സ്വീകരണം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.